അതിരൂപതയായി ഉയർത്തപ്പെട്ട കോഴിക്കോട് രൂപതയുടെ ആദ്യ മെത്രാപ്പൊലീത്തയായ വർഗീസ് ചക്കാലക്കൽ പിതാവിന് ആശംസയറിയിക്കാൻ മലാപ്പറമ്പിലെ ബിഷപ്സ് ഹൗസിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി എത്തി. അതിരൂപതയ്ക്കും അതിരൂപത മെത്രാപ്പൊലീത്തയ്ക്കും പ്രിയങ്ക ഗാന്ധി നിറപുഞ്ചിരിയോടെ ആശംസകൾ നേർന്നു. പ്രിയങ്ക ഗാന്ധിയെ പൊന്നാടി അണിയിച്ചുകൊണ്ട് വർഗീസ് പിതാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. പിതാവുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ സഭ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ അതിമഹത്തരമാണെന്ന് പ്രിയങ്ക ഗാന്ധി അനുസ്മരിച്ചു. പ്രിയങ്കയുടെ മണ്ഡലമായ വയനാടും കോഴിക്കോട് അതിരൂപതയിൽ ഉൾപ്പെടുന്നുണ്ട്. തനിക്ക് ആശംസകൾ നേരാനെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് പിതാവ് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് ഇരുവരും ഒന്നിച്ച് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഷാഫി പറമ്പിൽ, MLA-മാരായ T സിദ്ദീഖ്, AP അനിൽകുമാർ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, K ജയന്ത്, അഡ്വക്കേറ്റ് നിയാസ്, KC അബു, KM അഭിജിത്ത് തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. അപ്പസ്തോലിക് കാർമൽ സന്യാസ സഭ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മരിയ ജസീന, ബദനി സന്യാസ സഭ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജൂഡി വർഗീസ്, KLCA രൂപത പ്രസിഡന്റ് ശ്രീ ബിനു എഡ്വേർഡ്, KLCA പ്രതിനിധികളായ ശ്രീ നൈജു, ശ്രീ ജോസഫ് റബല്ലോ, ശ്രീ ജോളി ജെറോം, രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോയ് TF എന്നിവർ പങ്കെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മെയ് 25 വൈകുന്നേരം കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയങ്കണത്തിൽ നടക്കുന്ന അതിരൂപത മെത്രാന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് പ്രിയങ്കയെ പിതാവ് ക്ഷണിച്ചു. അന്ന് താൻ വയനാട്ടിലുണ്ടെന്നും എന്തായാലും ചടങ്ങിന് പങ്കെടുക്കുമെന്നും ഉറപ്പു നൽകിയാണ് പ്രിയങ്ക പിരിഞ്ഞത്.